രാജ്യത്ത് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന സുപ്രധാന ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന്. തെരുവ് നായ്ക്കളെ പാതകളിൽ നിന്ന് നീക്കണം, സർക്കാർ ഓഫീസുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പരിശോധനകൾ ദിനംപ്രതി നടത്തണമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. MG മിഥുൻ ചേരുന്നു. മിഥുൻ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതുകൂടിയായി മാറുകയാണ്. ഇത് ഏത് തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുകൂടി സുപ്രീം കോടതി പറയുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരുപാട് ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മുൻഭാഗത്ത് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അപർണ, ഈ തെരുവുനായ്ക്കളെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ചിന്റെ ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കർശന നിർദ്ദേശം സംസ്ഥാനങ്ങൾക്കും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ ദേശീയ അതായത് NHA ഇത്തരത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ തെരുവുനായ്ക്കളെ, അതായത് ദേശീയപാതയിലും ഒപ്പം തന്നെ സംസ്ഥാന പാതകളിലും ജില്ലാ പാതകളിലും ഒക്കെ നിരവധി തെരുവുനായകളുണ്ട്. ഇവയൊക്കെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള കർശനമായ ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കിയതിനു ശേഷം അത് പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാനങ്ങളും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും നൽകണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന് പുറമെ ഇതിനൊരു പ്രത്യേക തരത്തിലൊരു പെട്രോളിംഗ് ടീമിനെ നിയോഗിക്കണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു പെട്രോളിംഗ് ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ പോലീസും ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ പൂർണ്ണമായും സഹകരിക്കണം. ഇതെല്ലാം തന്നെ ഓരോ ദിവസവും എത്രത്തോളം തെരുവ് നായ്ക്കളെ പിടികൂടി വന്ധീകരിച്ചു, ഈ വന്ധീകരിക്കുന്ന നായ്ക്കളെ ആ സ്ഥലങ്ങളിലേക്ക് തന്നെ തുറന്നു വിടാൻ പാടില്ല, അതിന് പകരം മറ്റൊരു സംരക്ഷണ കേന്ദ്രം ഒരുക്കിയതിനു ശേഷം അവിടേക്ക് മാറ്റണമെന്നുള്ള കർശന നിർദ്ദേശവും ഇപ്പോൾ സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വന്ധീകരിച്ചതിന് ശേഷം ഈ തെരുവ് നായ്ക്കളെ തുറന്നു വിടുകയും അത് വീണ്ടും വ്യാപകമായി ഈ ദേശീയപാതകളിലുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം വാഹനങ്ങൾക്കുമൊക്കെ കുറുകെ ചാടിയും പലർക്കും അപകടം പറ്റുന്ന സ്ഥിതിവിശേഷം. ഇതിന്റെ ഭാഗമായി നിരവധി ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്ന വിഷയം. നേരത്തെ ഡൽഹിയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതിന്മേൽ വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രതിഷേധമൊക്കെ ഉയർന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ കൃത്യമായ സത്യവാങ്മൂലം നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ച് നോട്ടീസ് നൽകുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ പശ്ചിമ ബംഗാളും തെലങ്കാനയും മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചത്. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊന്നും തന്നെ അന്ന് സത്യവാങ്മൂലം സമർപ്പിക്കാത്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ രൂക്ഷമായ വിമർശനം വിക്രംനാഥ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഉന്നയിക്കുകയും ഒപ്പം തന്നെ അടുത്ത ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ എല്ലാ ചീഫ് സെക്രട്ടറിമാരും കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നുള്ള നിർദ്ദേശവും നൽകി. അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ ABC നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള കൃത്യമായ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ കൃത്യമായ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം ബുധനാഴ്ച കേസ് പരിഗണിച്ചതിന് ശേഷം ഇന്ന് വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം വരികയായിരുന്നു. അപ്പോഴാണ് ഇതിൽ കർശന നിർദ്ദേശം നടപ്പിലാക്കണമെന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് എന്ന രീതിയിൽ ഒരു സുപ്രധാന ഉത്തരവ് ഈ തെരുവുനായ്ക്കളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഈ തെരുവ് ഓരങ്ങളിലൊക്കെ തെരുവുനായ്ക്കളെ പോലെ തന്നെ ഈ പശുക്കളുമൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കന്നുകാലികൾ നിരവധി റോഡരികിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇവയൊക്കെ പിടികൂടിക്കൊണ്ട് ഒരു പ്രത്യേക ഷെൽട്ടർ ഇതിനു വേണ്ടി ഒരുക്കിക്കൊണ്ട് അവരെ അങ്ങോട്ടേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. ഇത് 8 ആഴ്ചക്കകം തന്നെ ഇക്കാര്യത്തിൽ ഒരു മറുപടി സത്യവാങ്മൂലം കോടതിയിൽ ഫയൽ ചെയ്യണമെന്നുള്ള നിർദ്ദേശവും ഈ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 8 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് അടുത്ത ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ വരുന്നത് ജനുവരിയിലാണ്. അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം. എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, എത്രത്തോളം തെരുവുനായകെ പിടികൂടി, ഒപ്പം തന്നെ ഈ സർക്കാർ ഓഫീസുകളിലും ആശുപത്രികളിലും വിദ്യാലയങ്ങളിലും ഒക്കെ ഇങ്ങനെ തെരുവുനായ്ക്കൾ അലഞ്ഞടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ നിരവധി പേരെ ഈ തെരുവുനായ്ക്കൾ ആക്രമിക്കുകയും നിരവധി പേർക്ക് പരിക്കുപറ്റുകയും ഒപ്പം തന്നെ നിരവധി പേർക്ക് മരണം സംഭവിക്കുന്നതും ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതൊക്കെ ഇനി ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായും ഇവയൊക്കെ ഈ സർക്കാർ ഓഫീസുകളിൽ നിന്ന് മാറ്റണം, അവയെല്ലാം പിടികൂടണം. അതിനുവേണ്ടി ഒരു പെട്രോളിംഗ് ടീമിനെ സജ്ജമാക്കണം. ആ പെട്രോളിംഗ് ടീം എല്ലാ ദിവസവും
ദിവസവും യോഗം ചേർന്നുകൊണ്ട് എത്രത്തോളം തെരുവുനായ്ക്കളെ പിടികൂടി വന്ധീകരിച്ചു എന്നുള്ള അടക്കമുള്ള റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിന് കൈമാറണം. അത് ഈ 8 ആഴ്ചയ്ക്കുള്ളിൽ ഈ കോടതി സമർപ്പിക്കണം. അത് ക്രോഡീകരിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന കർശനമായ നിർദ്ദേശം. എന്തായാലും ഈ നേരത്തെ രാജ്യത്തിന് തന്നെ കളങ്കമാകുന്ന തരത്തിൽ ഈ വിഷയം മാറുന്നു എന്നടക്കമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അതായത് ഈ അത്ലറ്റിക് മീറ്റുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അത്ലറ്റുകളെ തെരുവുനായ്ക്കൾ ആക്രമിച്ചത് അത് വളരെ രീതിയിൽ മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ, വിദേശ രാജ്യങ്ങൾക്ക് മുമ്പിലൊക്കെ ഇന്ത്യയിലെ ഈ ഒരു വിഷയം അത് വലിയ കളങ്കമായി തീർന്നിരുന്നു. ആ വിഷയമൊക്കെ ഇന്നത്തെ ഈ ഒരു ഹർജിയൊക്കെ പരിഗണിക്കുന്ന വേളയിൽ സുപ്രീം കോടതി വീണ്ടും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറാകരുത്. അതായത് ഏത് തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാലും അത് ഒരു തരത്തിലും വകവെക്കേണ്ടതില്ല. ഈ വിഷയത്തിൽ തെരുവുനായ്ക്കളെ എന്തായാലും വന്ധീകരിക്കുന്നതിന് വേണ്ടി പിടികൂടി അവരെ പ്രത്യേക ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. 8 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ക്രോഡീകരിച്ചുള്ള ഒരു സത്യവാങ്മൂലം എല്ലാ സംസ്ഥാനങ്ങളും നൽകണം, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. MJ മിഥുനാണ് വളരെ നിർണായകമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ.